ഹലോ ഫ്രണ്ട്സ്, വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് വീഡിയോ. ഫോക്കസ് ഏരിയയിലെ അടുത്ത ചാപ്റ്ററാണ് ദ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കാൻഡവു, പേജ് നമ്പർ 91, ഫസ്റ്റ് വീഡിയോ. Please note this spelling. Kadavu is a spelling, but it's pronounced as Kadavu. Okay, written as Kadavu, but pronounced as Kadavu. ഇത് ഫിജിയിലെ ഒരു ദ്വീപാണ്. അതിൻ്റെ പേര് അവരുടെ ഉച്ചാരണത്തിൽ കാൻഡവു എന്നാണ്, എഴുതുന്നത് കടവു എന്നും. Okay, take care of that. Now, as I have told you, this is a chapter in the focus area. As we know now, അതുകൊണ്ട് പരീക്ഷയ്ക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പാഠങ്ങളിൽ ഒന്നാണ്. ഓക്കെ, നൗ ഫോർ ദിസ് ചാപ്റ്റർ ദർ ആർ എ ഫ്യൂ ഇൻട്രസ്റ്റിംഗ് തിങ്സ് ടു ബി നോട്ടഡ്. ഒന്ന്, ഇതൊരു ഫോക്ക്ലോറുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ഓക്കെ, ഫോക്ക്ലോർ എന്ന് പറഞ്ഞാൽ നാട്ടുമൊഴി അല്ലെങ്കിൽ നാടൻ പാരമ്പര്യത്തിലുള്ള കഥകൾ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഫിജിയൻ ഫോക്ക്ലോറുമായി, ഫിജിയയിലെ ഒരു നാടോടി പഴമൊഴി കഥയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ് ഒന്ന്. സോ വൺ തിങ് ഈസ് ദിസ് ഈസ് അബൌട്ട് എ സ്ട്രേഞ്ച് റിച്വൽ, ആചാരം ഇൻ ദ ഫിജിയൻ ഐലൻഡ്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ദിസ് ടെയിൽ ഹാസ് ആൻ ഇന്നർ മീനിങ്, ആൻ ഇൻഡയറക്റ്റ് ഇന്നർ മീനിങ്. അതിൻ്റെ ഒരു അകത്തായി ഒരു ആന്തരികമായ ഒരു കഥ, ഒരു സൂചന കൂടി ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ആൻഡ് ദാറ്റ് ഹാസ് സംതിങ് പെർട്ടൈനിങ് ടു ഫെമിനിസ്റ്റ് ഫിലോസഫി ആൻഡ് ഫെമിനിസ്റ്റ് പൊളിറ്റിക്സ്. ഓക്കെ, അപ്പോൾ ഈ ഫെമിനിസ്റ്റ് രാഷ്ട്രീയം അല്ലെങ്കിൽ സ്ത്രീപക്ഷവാദം ഇതൊക്കെയായിട്ട് ബന്ധപ്പെടുത്താവുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ കഥയിൽ വരുന്നുണ്ട്. ഐ എം നോട്ട് ഗോയിങ് ടു ദ ഡീറ്റെയിൽസ് നൗ. ഈ കഥ വായിച്ചതിന് ശേഷം, ഇത് ഒരു കഥയല്ല, ഒരു യഥാർത്ഥ സംഭവമാണ്. അപ്പോഴും ഒരു കഥയിൽ നിന്നും ഉണ്ടായി വന്നിട്ടുള്ള ഒരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഒരു വിവരണമാണ്. ഇറ്റ്സ് എ ഡിസ്ക്രിപ്ഷൻ. അപ്പോഴത് വായിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാവുന്നതാണ്. Okay, so we go to the text now. Please go to page number 91, the sacred turtles of Kadavu. Sacred means holy. വിശുദ്ധം എന്നൊക്കെയാണ് അർത്ഥം. ഹോളി എന്നാണ് അർത്ഥം. ഓക്കെ, ടേർട്ടിൽസ് ആസ് യു നോ ടേർട്ടിൽസ് ആർ സീ ടേർട്ടിൽസ്, കടലാമകളാണ്. ഓക്കെ, ഓൺ ദ ഐലൻഡ് ഓഫ് Kadavu, it is pronounced as Kadavu, one of the larger islands of the Fiji island group, and some 50 miles by water from the capital city of Suva. The name of this particular island is Suva. Okay, is the Fijian village of Namuwana. Please remember this name. ഗ്രാമത്തിൻ്റെ പേര്, ദ്വീപിലെ ഈ ഗ്രാമത്തിൻ്റെ പേര് നാമുവാന എന്നാണ്. ഓക്കെ, നാമുവാന. നാമുവാന നെസിൽസ് അറ്റ് ദ ഫുട്ട് ഓഫ് എ ബ്യൂട്ടിഫുൾ ബേ, BAY ബേ എന്ന് പറഞ്ഞാൽ സീ പ്രൊജക്റ്റിംഗ് ഇൻ ടു ദ ലാൻഡ് എന്നാണ്. ഓക്കെ, ആൻ ഇൻവേർഡ് സീ എന്നാണ്. ഉൾക്കടൽ അല്ലെങ്കിൽ കടൽ, ഒരു അഴിമുഖം, ഉൾക്കടൽ എന്നൊക്കെ പറയുന്ന ഒരു കടലിനെയാണ്, കരയിലേക്ക് കയറി കിടക്കുന്ന കടലിനെയാണ് നമ്മൾ ബേ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദിസ് village, Namuwana village, nestles means is settled at the foot of a beautiful bay adjacent meaning near to, close by, അടുത്തുള്ള, adjacent to the government station in Vunesia Harbour, HARBOUR. Harbour means port, തുറമുഖം. വുനീസിയ തുറമുഖത്തിനോട് ചേർന്ന് ഒരു ഉൾക്കടലിൻ്റെ തീരത്താണ് ഈ നമുവാന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഫിജിയിലെ കാൻഡവു ദ്വീപിലെ നമുവാന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. Now, here the island of Kadavu narrows down to an isthmus, ISTHMUS. Isthmus is
എ നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് കണക്റ്റിംഗ് ടു ലാർജ് മാസസ് ഓഫ് ലാൻഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് എൻ isthmus is if say something like this. Here there is a land mass, here there is also land mass, and here we have the sea, here also the sea. Okay, so the land mass, the narrow land mass connecting two large land masses, okay, sided by sea on both sides, is called the isthmus. Okay, this is called the isthmus. So the structure of Namuana is almost like this. It's just an isthmus. രണ്ട് ലാർജർ മാസസിനെ ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ ലാൻഡ് മാസാണ് ഈ നാമുവാന എന്ന് പറയുന്ന ഗ്രാമം. Isthmus, and by climbing the hill behind Namuana village, one can stand on the saddle and look out to the sea, to the south and to the north. So if you stand on the cliff on this landmass, Namuana village is somewhere here. ഇതിൻ്റെ ഇവിടെയുള്ള ഈ ഇസ്മസിൻ്റെ മുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ you can look at both sides of the sea. Okay, and the legend means ancient history, puravritam. Okay, legend says that in the days gone by, the warriors of Kadavu slid their canoes on rollers up over the narrow neck of land to save the long journey around the east and the west of Kadavu Island. What is said is that warriors are soldiers. ഓക്കെ, പോരാളികൾ, ഭടന്മാർ എന്നൊക്കെയാണ് അർത്ഥം. ഈ ഗ്രാമത്തിലെ പഴയ സാമ്പ്രദായിക പോരാളികൾ, they used to slide their canoes from this side to that side. Okay, by carrying it, by sliding it over the isthmus. ഈ കടൽ രണ്ടു വശവും കടലായതുകൊണ്ട് ഇവിടെ നിന്നും ഇപ്പുറത്തേക്ക് അവരുടെ തോണികൾ, ഈ കാനോസ്, ചങ്ങാടങ്ങൾ, തോണികൾ എത്തിക്കണമെങ്കിൽ, നോട്ട് റാഫ്റ്റ്, തോണികൾ എത്തിക്കണമെങ്കിൽ ഇതിന് മുകളിലൂടെ ഉന്തി കൊണ്ടുപോയി പുറത്ത് എത്തിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു രീതി. അല്ലെങ്കിൽ ദേ ഹാവ് ടു ട്രാവൽ ഫ്രം ദിസ് സൈഡ് ആൻഡ് കമ്മിങ് ടു ദിസ് സൈഡ്. ഓക്കെ, അതിന് ചെയ്യുന്നതിന് പകരം ദ ഈസിയസ്റ്റ് വേ ഈസ് ടു പുട്ട് ദെയർ കാനോസ് ഫ്രം ദിസ് സൈഡ് ടു ദിസ് സൈഡ് ബൈ ക്യാരിയിങ് ഇറ്റ് ഓവർ ദ ഇസ്ത്മസ്. ഈ ലാൻഡ്മാസിനിടയിലുള്ള ഇസ്ത്മസിൻ്റെ മുകളിലൂടെ, റോക്കിന് മുകളിലൂടെ കാനോസിനെ, അവരുടെ വഞ്ചികളെ അപ്പുറം കൊണ്ടുപോയി കടൽ ക്രോസ് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു അവരുടെ വാരിയേഴ്സിനുണ്ടായത് എന്ന് പറയുന്നു. ഓക്കെ, വാട്ട് വി സീ ഹിയർ ഈസ് ദാറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ലാൻഡ് മാസ്. നിങ്ങളൊരു സ്ഥലത്തെ വർണ്ണിക്കുമ്പോൾ അതിനെ ഏത് രീതിയിൽ വർണ്ണിക്കണം എന്നുള്ളതിൻ്റെ ഒരു മാതൃകയാണിത്. ഇവിടെ വളരെ കുറച്ച് വാക്കുകളിൽ ആ പ്രദേശത്തിൻ്റെ ജിയോഗ്രഫി, അതിൻ്റെ ഭൂമിശാസ്ത്രം, അതിൻ്റെ ജിയോഗ്രഫി, അതിൻ്റെ ലൊക്കാലിറ്റി, എവിടെയാണ്, ദിസ് ഈസ് ഇൻ ദ ഫിജിയൻ ഐലൻഡ്സ്, it is a village, the name of the village is Namuana, and it is near the Venetia harbor. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ വന്നിരിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് സംവെയർ നിയർ ദ സുവ, ക്യാപിറ്റൽ സിറ്റി ഓഫ് സുവ. ഈ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഒന്നാമത്തെ പാരഗ്രാഫിൽ തന്നെ കിട്ടിയിരിക്കുന്നു. അതുകൂടാതെ ദിസ് പെർട്ടിക്കുലർ ലാൻഡ് മാസ്, ഈ ഒരു പ്രത്യേക ഭൂപ്രദേശത്തിന് ഒരു സവിശേഷമായ ആകൃതിയാണുള്ളത്. And the Namuana village where our story takes place is nearby an isthmus, and that isthmus, this long ridge of rock, is important in the lives of the people there. കാരണം ഈ രണ്ട് വശവും കടലായതുകൊണ്ട് കടലിലേക്ക് എത്തിപ്പെടുവാനുള്ള എളുപ്പമാർഗ്ഗമായി അവർ ഈ ഇസ്തുമസിനെ ഉപയോഗിച്ചിരുന്നു. ഇതിനെ ഈ മലയുടെ മുകളിലൂടെ കയറി ഇറങ്ങുന്ന മാർഗ്ഗമാണ് അവർ സ്വീകരിച്ചിരുന്നത്. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, the women of Namuana village still preserve a very strange ritual, and that of calling turtles from the sea. If you visit Namuana village to see the turtle calling, your schooner means a small ship or a small boat. Okay, ഒരു യാത്രാ നൗക ആണ് സ്ക്യൂണർ എന്ന് പറയുന്നത്.
your schooner anchors, stops. Anchor is a word that we have studied in the last chapter, the trip of Lehola. Okay, anchors in a beautiful bay right under the cliffs of a rocky headland. ഇപ്പോൾ നമ്മൾ straight away we are having a tourist experience. Okay, suppose you go on a tour as a tourist to this Namuana village, you will have an interesting experience. What is experience? The maidens means girls who haven't married, കന്യകമാർ. Okay, ഗ്രാമത്തിലെ അവിവാഹിതകളായിട്ടുള്ള കന്യകമാർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. Okay, the maidens and the women. Okay, of course, സ്ത്രീകളും they have a strange ritual, RITUAL, and ritual means ആചാരം. Okay, now and this ritual is that of calling turtles from the sea. കടലിൽ നിന്നും ആമകളെ വിളിച്ചു വരുത്തുന്ന ഒരു വിചിത്ര ആചാരം നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. Okay, if you visit Namuana village to see the ritual of a turtle calling, and this is called turtle calling, ആമവിളി എന്നാണ് അറിയപ്പെടുന്നത്. Okay, turtle calling, your schooner, നിങ്ങൾ അങ്ങോട്ട് പോകുന്ന ദ്വീപിലേക്ക് ഇത് കാണുവാനായി നിങ്ങൾ ചെല്ലുന്ന നിങ്ങളുടെ സ്ക്യൂണർ, നിങ്ങളുടെ ബോട്ട് ഇവിടെ നിർത്തി നിങ്ങൾക്ക് ഈ റോക്കിൻ്റെ മുകളിലേക്ക് കയറാം. It anchors in the beautiful bay right under the cliffs of a rocky headland. ഇവിടെയുള്ള ഒരു റോക്കി ഹെഡ്ലാൻഡ്, പാറക്കെട്ടുകൾ നിറഞ്ഞൊരു പ്രദേശത്തിനടുത്തൊരു ഉൾക്കടലിൽ നിങ്ങളുടെ സ്ക്യൂണർ നിർത്തുന്നു. അതിനുശേഷം നിങ്ങൾ ആ പാറക്കെട്ടുകൾക്ക് മുകളിൽ കയറുന്നു. ഓക്കെ, ആൻഡ് യു ലാൻഡ് ഓൺ ദ ബീച്ച് ആൻഡ് ദെൻ either sit on the rocks under the bluffs on the beach or climb a rocky tract to a point some 150 or 200 feet up the rock face. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ you can climb one of the rocks here. ഇവിടെയുള്ള ചെറിയ പാറക്കെട്ടുകൾ 150-200 അടി മാത്രം പൊക്കമുള്ള ഏതെങ്കിലും പാറക്കെട്ടുകൾക്ക് മുകളിലോ, or you can just sit on the beach to see this ritual. Here you have a splendid, a beautiful view, and will find assembled all the maidens of the village of Namuana singing a strange chant. Chant is singing a song. Okay, as the chant, if you look very carefully down into the water of the bay, you will see giant turtles rise one by one to lie on the surface listening to the music. This is interesting. When you go as a tourist to see this beach, you will see this strange ritual. Okay, the young girls of this village will be sitting on the beach or on the top of the rocks, and they will be singing a strange song. And once they sing the strange song, you can see huge turtles are coming to the surface of water, and they will come to the shore of the sea, and they will rest on the beach. This is an interesting sight. ഈ ഗ്രാമകന്യകമാർ അവരുടെ ഒരു സവിശേഷമായ ഒരു ഗാനം അവിടെ ഇരുന്ന് കൂട്ടായി ആലപിക്കുമ്പോൾ കടലിനടിയിൽ നിന്നും വലിയ കടലാമകൾ പൊന്തി വന്ന് ഈ ബീച്ചിൽ ഇങ്ങനെ വിശ്രമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇറ്റ് ഈസ് സ്ട്രേഞ്ച്. എങ്ങനെയാണ് മനുഷ്യൻ്റെ ശബ്ദം കേട്ട്, മനുഷ്യൻ്റെ പാട്ട് കേട്ട് കടലിനടിയിൽ നിന്നും ഈ ആമകൾ പൊന്തി വരുന്നത് എന്നുള്ളത് അതിശയകരമായ ഒരു കാഴ്ചയാണ്. This is not a fairy tale, യക്ഷിക്കഥ. Okay, now it actually does take place, and the water in this area is forbidden for fishing of turtles. Forbidden means restricted. There are government restrictions. People are not permitted to hunt turtles there. അവിടെ ആമകളെ പിടിക്കുന്നതിൽ ചില നിയന്ത്രണങ്ങളുണ്ട്. അവിടെ ആമകളെ പിടിക്കുവാൻ പാടില്ല. Okay. Another interesting sideline to this performance is that if any member of the nearby village of Kadavu is present, then the turtles will not rise to the surface of the bay. This is another interesting sideline of the story. Okay, the turtles will come only if the villagers of Namuana are singing the song. In case the people from the neighboring village Kadavu are there, the turtles will not come. നാമുവാനയിലെ പെൺകുട്ടികൾ മാത്രമേ ഈ പാട്ട് പാടുവാൻ പാടുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആമകൾ പൊന്തി വരികയുള്ളൂ. നേരെ മറിച്ച് തൊട്ടടുത്ത ഗ്രാമമായ നബുക്കലേവുവിലെ ആരെങ്കിലും ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ
അവർ ഈ പാട്ടിൽ പങ്കെടുത്താൽ ആമകൾ വരികയേയില്ല. ഇതൊരു വിചിത്രമായ അനുഭവമാണ്. ഇറ്റ്സ് നോട്ട് എ ഫെയറി ടെയിൽ, ഇറ്റ്സ് റിയൽ എന്ന് പറയുന്നു. ആൻഡ് ദ ടേർട്ടിൽ കോളിംഗ് വിൽ ഹാവ് ടു ബി അബാൻഡൻഡ്. അബാൻഡൻ മീൻസ് റിജക്റ്റഡ്, സ്റ്റോപ്ഡ്. അങ്ങനെ നബുക്കലവിലെ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഈ റിച്വൽ തന്നെ, അന്നത്തെ പാട്ട് തന്നെ നിർത്തിവെക്കാറാണ് പതിവ്. ആസ് ഈസ് യൂഷ്വലി ദ കേസ് ഓഫ് സച്ച് സ്ട്രേഞ്ച് സെറിമണീസ് ആൻഡ് കസ്റ്റംസ്, സെറിമണീസ് റിച്വൽസ്, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആൻഡ് കസ്റ്റംസ് ഇൻ ഫിജി, the turtle calling is based on an ancient legend still passed on from father to son among the Fijian people of Kadavu. സോ ഇത്തരത്തിലുള്ള ഒരു അനുഷ്ഠാനത്തിൻ്റെ പിന്നിൽ എല്ലാ നാട്ടിലും ഇത്തരത്തിലുള്ള ഫോക്ക് ടെയിൽസ് ഉണ്ടാവും, വിശ്വാസങ്ങളുണ്ടാവും, ആചാരങ്ങളുണ്ടാവും. ഇതിൻ്റെയൊക്കെ പിന്നിലൊരു കഥയും ഉണ്ടാവും, ഒരു നാടോടി കഥയുണ്ടാവും. ആൻഡ് ദിസ് സ്റ്റോറി ഈസ് passed from generation to generation, from father to son, this is passed on. അത്തരത്തിലൊരു കഥ ഈ രസകരമായ ആചാരത്തിന് പിന്നിലുമുണ്ട്. ആ കഥ എന്താണെന്നാണ് തുടർന്ന് വിവരിക്കുന്നത്. വിൽ ഗോ ടു ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.